നമസ്കാരം. തെരഞ്ഞെടുപ്പിന് അടുത്തു. ചർച്ചകൾ നിരവധിയാണ്. സ്ഥാനാർത്ഥികളെ കുറിച്ചായിക്കോട്ടെ, CPM-നെ കുറിച്ചായിക്കോട്ടെ, UDF-നെ കുറിച്ചായിക്കോട്ടെ, BJP കുറിച്ചായിക്കോട്ടെ, നിരവധി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാനലിൽ ഇന്ന് നിൽക്കുന്നത് പ്രധാനമായും രാഹുൽ മാങ്കൂട്ടം വിഷയവും രാഹുൽ ഈശ്വർ വിഷയവും സ്വർണ്ണ കളത്ത് വിഷയവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒക്കെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള മുതൽ ഇങ്ങ് സ്ത്രീപീഡനം വരെ നടക്കുകയാണ് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യാനുള്ള വിഷയങ്ങൾ. എന്തായാലും സാധാരണക്കാരായ ജനങ്ങൾക്കും നിരവധി പറയാനുണ്ട്. ഇതിനെക്കുറിച്ച് അവർക്കുമുണ്ട് അഭിപ്രായങ്ങൾ. നമുക്ക് ഓരോരുത്തരായി ചോദിച്ചറിയാം. എന്തായാലും നമുക്ക് ഇന്ന് ഒരാളുടെ അഭിപ്രായം ചോദിക്കാം. ചേട്ടാ, തെരഞ്ഞെടുപ്പ് ഇങ്ങ് എത്തി. അതെ, നാട്ടിലെങ്ങും പല പല വിഷയങ്ങളാണ് ചർച്ച. എന്താണ് ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ താങ്കളുടെ ഒരു അഭിപ്രായം? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം നടക്കുന്നു, രാഹുൽ ഈശ്വറിന്റെ വിഷയം നടക്കുന്നു, ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നു, മസാല ബോണ്ട് വിഷയം നടക്കുന്നു, അങ്ങനെ ഒരുപാട് വിഷയമുണ്ട്. SIR അങ്ങനെ പോകുന്നു. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഒരു സാധാരണക്കാരനെന്ന നിലയിൽ ഇന്ന് ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. നമ്മുടെ ഭരണ നേതൃത്വത്തെ കൊണ്ട്, അല്ലെങ്കിൽ ഭരണാധിപന്മാരെ കൊണ്ട് നമ്മൾ വളരെ ആശങ്കയിലാണ്. കാരണം നിരവധി പ്രശ്നങ്ങൾ, മാനുഷികമായ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെടാതെ തികച്ചും രാഷ്ട്രീയ ലാക്കോടുകൂടി മാത്രം നമ്മുടെ നേതാക്കന്മാരും രാഷ്ട്രീയ പ്രവർത്തകരും നേരിടുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ കാലാകാലങ്ങളിൽ ഇലക്ഷൻസ് വരുമ്പോൾ ഓരോരോ പ്രശ്നങ്ങളെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് കഴിയാത്ത സാഹചര്യമുണ്ട്. ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അതുപോലെ കുടിവെള്ളക്ഷാമം, അതുപോലെ തന്നെ അടിക്കടി ഉണ്ടാകുന്ന വിലക്കയറ്റം, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ, അത് വൈദ്യുതി വെള്ളക്കരം, വൈദ്യുതി കരം വർധനവ്, അതുപോലെ പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിന് അനുമതിക്ക് വേണ്ടിയുള്ളതായ ഫീസ് വർധനവ്, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നമ്മൾ ജനങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായ ഒരു സമയമാണ്. അപ്പോൾ ഇലക്ഷൻ സമയമാകുമ്പോൾ മാത്രമാണ് നമ്മൾ ജനങ്ങളെക്കുറിച്ച് നമ്മുടെ ഭരണാധികാരികൾക്കും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ആവലാതിയും വേവലാതിയും ഉണ്ടാകുന്നത്. ചേട്ടാ, ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ശരിക്കുമുള്ള ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്യാതെ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം, രാഹുൽ ഈശ്വർ വിഷയം, അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വഴിമുട്ടി പോകുന്നു, അങ്ങനെ ശ്രദ്ധ പോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് നമ്മുടെ സർക്കാരുകളുടെ കെടുകാര്യസ്ഥത മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അത് ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ്. പീഡനങ്ങളും ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയ പ്രതിയോഗികളുടെ മേൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ ശ്രദ്ധ തിരിക്കാൻ ഉള്ള ഒരു പരിപാടി മാത്രമാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം. ഇപ്പം തന്നെ ഈ രാഹുൽ ഈശ്വറിൻ്റെ വിഷയമായിരുന്നാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇതെല്ലാം മുന്നിലേക്ക് വന്നത്. ഇത് തിരഞ്ഞെടുപ്പില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നമ്മുടെ പൊതുജനം അറിയുകയോ ഇത് ചർച്ച ചെയ്യുന്നൊരു വിഷയമായിരുന്നില്ല. ഇത് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതുപോലുള്ള രാഷ്ട്രീയ സ്റ്റണ്ടുകൾ, പൊതുജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ, അതിപ്പോൾ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പൊതുജന ശ്രദ്ധയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ഒരു അടവ് നയമാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും അതോടൊപ്പം രാഹുൽ ഈശ്വറിൻ്റെ വിഷയവും. ഇപ്പോൾ ജനശ്രദ്ധയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഒരു പൊതുജനം എന്ന നിലയിൽ ഇത് തികച്ചും അപലീയമായ ഒരു സംഭവമല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ഭരിക്കപ്പെടേണ്ട പ്രസ്ഥാനം അവരുടെ വികസന കാഴ്ചപ്പാടുകൾ ആ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അത് അവരുടെ വികസനത്തിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഊന്നിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു നേട്ടമാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനമല്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകേണ്ടത്, പ്രത്യേകിച്ചും ഭരണ കക്ഷിയിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അതായത് പിണറായി വിജയൻ സർക്കാർ ഒരു 3ാം തവണ കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസം 5 മാസം മാത്രമാണ് ഇനി ബാക്കി ഈ ഒരു ഭരണം അവസാനിക്കാൻ. കഴിഞ്ഞ ദിവസം 1,10,00,000 രൂപയുടെ കാറ് വാങ്ങാനൊക്കെ അനുമതി ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തികപരമായി വളരെ ഞെരുക്കത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഘട്ടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ ഒരു തുടർഭരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഒരു തുടർഭരണം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വ്യക്തി എന്ന നിലയിൽ ഭരണം മാറി മാറി വരേണ്ട സാഹചര്യമുണ്ട്. ജനങ്ങളെടുത്ത് മുണ്ട് മുറുക്കി കൊടുക്കാൻ നമ്മുടെ അധികാരികൾ പറഞ്ഞ ശേഷം അവർ തന്നെ ഇവിടെ ദൂർത്തടിക്കുന്നതായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇപ്പം തന്നെ 1,10,00,000 രൂപയുടെ കാറാണ് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി വാങ്ങുന്നത്. പൊതുജനത്തെ മുണ്ട് മുറുക്കി കൊടുക്കാൻ പറയുകയും ധാരാളിത്തത്തിനും ആർഭാടത്തിനും ഒരു കുറവില്ലാത്ത ഒരു സർക്കാരാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഈ ഒരു ഭരണമാറ്റം അനിവാര്യമാണ്. തുടർഭരണം ഉണ്ടാവണമെന്ന് യാതൊരു ആഗ്രഹവും എന്നെ സംബന്ധിച്ച് ഇല്ല. ഭരണമാറ്റം അനിവാര്യമാണ്.
അത് ഏത് കക്ഷികളായിരുന്നാലും തുടർഭരണത്തിൽ മാത്രമേ ഈ സംസ്ഥാനത്തിന് വികസനങ്ങൾ ഉണ്ടാകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അതായത് നിങ്ങളിപ്പോൾ സംസാരിക്കുമല്ലോ, അതായത് സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. എന്താണ് ഒരു പൊതു അഭിപ്രായം ഇപ്പോഴുള്ള ഈ ഒരു വിഷയങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ കേരളത്തെക്കുറിച്ചുള്ള പൊതു അഭിപ്രായം എല്ലാവരും എന്താണ് പറയുന്നത്? അപ്പം ഞങ്ങളുടെ പല സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോഴേ അത് വിവിധ രാഷ്ട്രീയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഇനി ഈ ഭരണം ഞങ്ങൾ കണ്ടു മടുത്തു. ഭരണകക്ഷിയിലുള്ളതായ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത് ഈ ഭരണം ഇനി അനിവാര്യമല്ല, ഇത് ആവശ്യമില്ല, ഒരു ഭരണമാറ്റം ഉണ്ടായേ മതിയുള്ളൂ, നമ്മൾ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്, അതുകൊണ്ടൊരു മാറ്റം അനിവാര്യമാണ്. അത് ഞങ്ങൾ പൊതു ചർച്ചയിൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ തമ്മിൽ ഞങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയമായിക്കോട്ടെ, രാഹുൽ ഈശ്വർ വിഷയമായിക്കോട്ടെ, മറ്റു വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു അടവ് നയമാണ് നടത്തുന്നതെന്നാണ് സാധാരണക്കാരുടെ പോലും അഭിപ്രായം. അവർക്ക് വേണ്ടത് നന്നായി പോകുന്ന റോഡുകൾ, നല്ല രീതിയിൽ ജോലി ചെയ്താൽ കൂലി, കഴിക്കാൻ കൃത്യമായ ഭക്ഷണം, മായമില്ലാത്ത ഭക്ഷണം, പിന്നെ സാധാരണക്കാർ അനുഭവിക്കേണ്ട സുഖ സൗകര്യങ്ങൾ, അതിൽ മറ്റൊരു കുഴപ്പവും വരുത്താതിരിക്കുക, വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വ്യക്തിപരമായി തന്നെ കാണുക. ഒപ്പം രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ നിരവധിയുണ്ട്. അത് ചർച്ച ചെയ്യാം. ശ്രദ്ധ തിരിക്കാൻ ആര് ശ്രമിച്ചാലും ജനങ്ങളുടെ ശ്രദ്ധ അങ്ങനെ തിരിയില്ല എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ.